സമാന്ത എന്ന് പറയുന്ന ഒരു 18 വയസ്സുകാരി അലാസ്കയിലെ ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യും. ഇസ്രായേൽ കീസ് എന്ന ഒരു സീരിയൽ കില്ലറാണ് സമാന്തയെ തട്ടിക്കൊണ്ടുപോയത്. ഇസ്രായേൽ കീസ് സമാന്തയെ സ്വന്തം വീട്ടിലോട്ടാ കൊണ്ടുപോകും. വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് ഇവളെ കെട്ടിയിടുന്നത്. എന്നിട്ട് അവിടെ വെച്ച് അവളെ ക്രൂരമായിട്ട് അബ്യൂസും ചെയ്തു. അബ്യൂസ് ചെയ്തതിനു ശേഷം പറഞ്ഞു, നിന്നെ വെറുതെ വിടാം, പക്ഷെ എനിക്ക് കാശ് വേണം. സമാന്ത പറയുന്നു, അവളുടെ അക്കൗണ്ടിലുള്ള കാശൊക്കെ എടുത്തോ, അവളെ വെറുതെ വിട്ടാൽ മതി. അങ്ങനെ ഇസ്രായേൽ ആ രാത്രി തിരിച്ച് കോഫി ഷോപ്പിലോട്ട് പോവാം. അവിടെ പേഴ്സും ATM കാർഡും ഫോണും ഒക്കെ എടുക്കാം. അങ്ങനെ തിരിച്ചു വന്ന് ATM പിന്നും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയ ശേഷം വീണ്ടും അബ്യൂസ് ചെയ്ത് കൊന്നു ആ രാത്രി തന്നെ. സമാന്തയെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് അവിടെ ഫാദർ ഒരു $40,000 ഓഫർ ചെയ്തിട്ടുണ്ട്. ഷെഡിൽ ചെന്ന് ബോക്സ് നോക്കിയപ്പോൾ സമാന്തയുടെ ബോഡി കംപ്ലീറ്റ്ലി ഫ്രീസ് ആയിട്ടിരിക്കും. ഈ ഡെഡ് ബോഡിക്ക് ഇനിയും കുറച്ച് ജീവൻ വരുത്താനുള്ള പ്ലാൻസ് ആയി. വീടിനകത്ത് ചെന്ന് ഹെയർ ഡ്രയർ എടുത്തുകൊണ്ട് വന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സമാന്തയുടെ ഫേസിലെല്ലാം മേക്കപ്പ് ഇടും. ഇനി ഡെഡ് ബോഡിയുടെ 2 കണ്ണിന് ജീവൻ വെപ്പിക്കാനുള്ള മാർഗം കൺപോളങ്ങൾ തുറന്നു പിടിച്ച് സൂചിയും നൂലും എടുത്ത് 2 കണ്ണുകളും തുന്നി വെക്കും. എന്നിട്ടൊരു ഫോട്ടോ എടുക്കും. സമാന്ത ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ തോന്നും. ഫോട്ടോ കുറച്ച് വിയേർഡ് ആണ്, അത്ര ക്ലാരിറ്റി ഇല്ല. ഒന്നും ബോയ്ഫ്രണ്ടിന് സമാന്ത ഇപ്പോഴും ജീവനോടുണ്ട് എന്നുള്ളൊരു വിശ്വാസം വന്നു. $30,000 ഉടനെ തന്നെ സമാന്തയുടെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യണം എന്ന് അവർ സമാന്തയെ രക്ഷിക്കാൻ വേണ്ടി $30,000 ഡിപ്പോസിറ്റ് ചെയ്തു. എന്നിട്ട് പോലീസ് ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, സമാന്തയുടെ അക്കൗണ്ടിൽ നിന്ന് എപ്പം പൈസ വിത്ഡ്രോ ചെയ്താലും ആ നോട്ടിഫിക്കേഷൻ അലർട്ട് പോലീസിന് ഉടനെ തന്നെ ചെല്ലണം എന്ന്. ഒറ്റ ടൈം $500 മാക്സിമം വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവൻ പണി തുടങ്ങി. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുമായി അവൻ ATM നിന്നുള്ള വിത്ഡ്രോയൽ. ഓരോ സ്ഥലത്ത് ചെല്ലും. അവിടെ ചെന്നൊരു കാർ റെന്റ് ചെയ്തിട്ടാണ് ഏതെങ്കിലും ഒരു റാൻഡം ATM ചെന്ന് പിക്ക് ചെയ്യും. ഒരിടത്തവന് പിടിവീണു. അങ്ങനെ ഇസ്രായേൽ കീസിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട്. ആൾക്കാരുടെ ഒരു ഹോബിയാണ് ഐസ് ഫിഷിംഗ്. ആൾക്കാര് ഈ ഐസിൽ കൂടെ ഒരു ഹോള് ഡ്രില്ല് ചെയ്യും. എന്നിട്ട് ആ ഹോളിൽ കൂടെ ഫിഷിനെ പിടിക്കും. ഈ ക്രിമിനല് അതേപോലെ ഈ ഐസിലേക്കിൽ ചെന്ന് ഹോള് ഡ്രില്ല് ചെയ്യും. എന്നിട്ട് സമാന്തയുടെ ബോഡി പാർട്സ് എല്ലാം ഇതിനകത്തൂടെ ഇറക്കി ഫിഷിംഗ് നടത്തും. പിന്നെ ഫിഷ് ചെയ്ത് കിട്ടിയ ഫിഷിനെ അവൻ വീട്ടിൽ കൊണ്ട് ചെന്ന് ഫാമിലി എല്ലാം കൂടെ ചേർന്ന് കഴിച്ചു എന്നും പറയുന്നു. റോബോട്ടിക് വെഹിക്കിൾ ഒക്കെ ഉപയോഗിച്ച് ഈ ബോഡി കണ്ടെടുത്ത് DNA ടെസ്റ്റ് നടത്തി അത് സമാന്തയുടെ ആണെന്ന് കൺഫേം ചെയ്യുന്നുണ്ട്.